വടകരയിൽ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയാണ് എന്നോടൊപ്പം ഉള്ളത്. ദീർഘമായ ഒരു 60 ദിവസത്തോളം പ്രചരണം കഴിഞ്ഞു. നിശബ്ദ പ്രചാരണമാണ്, ശബ്ദമില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി? ശരിക്കും പറഞ്ഞാൽ എനിക്കിന്ന് നിശബ്ദ പ്രചരണം തന്നെയാണ്. ഒട്ടും ശബ്ദം വരുന്നില്ല. ഇന്നലെ മുതൽ ശബ്ദം തീരെ പോയിരിക്കുകയാണ്. കലാശക്കൊട്ട് ഭയങ്കര ആവേശത്തിലായിരുന്നു. അതെ, തലശ്ശേരിയിൽ പിന്നെ നല്ല ആവേശമായിരുന്നു. പൊതുവേ ഓരോ ദിവസം കഴിയുന്തോറും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നന്നായി സമയം കിട്ടിയിട്ടുണ്ട്, നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ വിജയം വടകര മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അട്ടിമറി വിജയം നേടാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വിജയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വടകരയിൽ അട്ടിമറി അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് വടകരയിൽ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്? വടകരയെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികൾക്കും വടകരയിൽ ഒന്നും ഡെവലപ്മെൻറ്റിനെ പറ്റി പറയാനില്ല എന്നുള്ളതാണ്. അവസാന നിമിഷം വടകരയിലെ ചർച്ച തന്നെ ചില അശ്ലീല വീഡിയോകളൊക്കെയാണ്. എത്ര മോശമായിട്ട്, കാരണം ഈ കേരളത്തിൽ ഒരു പാർലമെൻറ്റിലും നടക്കാത്ത തരത്തിലുള്ള ഒരു നിലവാരം കുറഞ്ഞ ചർച്ചയിലേക്കാണ് ഇരു മുന്നണികളും പോയിട്ടുള്ളത്. കാരണം എന്താണെന്ന് പറയുക, ഇവർ രണ്ടുപേർക്കും ഡെവലപ്മെൻറ്റിനെ പറ്റി പറയാൻ വടകര മണ്ഡലത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ, കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. വടകര വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ആ സാധ്യതകളെ ഒന്നും പ്രയോജനപ്പെടുത്താൻ ഈ രണ്ട് കൂട്ടർക്കും സാധിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ വടകരയിലെ വോട്ടർമാരോട് മുന്നോട്ട് വെച്ചത് വടകര ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. ഇവിടുത്തെ മുക്കിലും മൂലയിലും ഓരോ പ്രദേശത്തെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വടകരക്കാരനാണ്. ഇവിടുത്തെ സാധ്യതകളെ കൃത്യമായി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഇവിടുത്തെ തീരദേശ മേഖല, ഞാൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് തീരദേശ മേഖലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ അകലാപ്പുഴയും ഈ പറയുന്ന ബീച്ചുകളും മോന്താൽ പുഴയും വെള്ളിയാങ്കല്ലും എല്ലാം ലോക ടൂറിസം ഭൂപടത്തിൽ വടകരയെ അടയാളപ്പെടുത്താൻ പറ്റും. അത് വലിയൊരു പ്രൊജക്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. ശരിക്കും വടകരയുടെ തലവര മാറും. പിന്നെ മറ്റൊന്ന്, 2 റോഡുകളുണ്ട്. വിലങ്ങാട് വയനാട് റോഡ്, അതുപോലെ തന്നെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ്. ഈ മലയോര മേഖലയുടെ മുഖച്ഛായ മാറ്റുന്ന 2 പദ്ധതികളാണ്. കാരണം വയനാട്ടിലേക്ക് ചുരമില്ലാതെ ബദൽ മാർഗമാണ് ടൂറിസത്തെയും ചരക്ക് ഗതാഗതത്തെയും എല്ലാം. അത് ഈ വടകര മണ്ഡലത്തിൻ്റെ മാത്രമല്ല, വയനാട്ടുകാർക്ക് ആശുപത്രികളിൽ പോകാൻ, എയർപോർട്ടിൽ പോകാൻ വയനാട്ടുകാർക്ക് വലിയൊരു ആശ്വാസമാണ് അത്. ഈ പദ്ധതി ഞാൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഉറപ്പായും ഞങ്ങൾ ആ പദ്ധതി കൊണ്ടുവരും. അപ്പോൾ ടൂറിസം പദ്ധതി ആയാലും, അതുപോലെ ഈ ഹൈവേ ആയാലും, അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകന്മാർക്ക് കൃത്യമായ ഒരു പദ്ധതിയുമില്ല. കൃഷിനാശം എന്താ, വന്യജീവി ആക്രമണം മലയോര മേഖലയിൽ വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ഇടനാട്ടിൽ വരുന്ന നമ്മുടെ നെൽവയലുകൾ കൃഷിയില്ലാതെ നശിക്കുകയാണ്. അപ്പോൾ കർഷകന്മാർക്ക് വേണ്ടി സമഗ്രമായ പാക്കേജ് നടപ്പിലാക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഞങ്ങളുടെ തേങ്ങയുണ്ടല്ലോ, കുറ്റ്യാടി തേങ്ങ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. കുറ്റ്യാടി തേങ്ങയെ ബ്രാൻഡ് ചെയ്താൽ, അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചാൽ, കുറ്റ്യാടി ഇപ്പോൾ കിട്ടുന്ന തേങ്ങയ്ക്ക് 10 രൂപയാണ്. അത് 30ഉം 40ഉം രൂപ കിട്ടാൻ ഒരു പണിയുമില്ല. ചിരട്ടയുടെ കൊക്കനട്ട് ഷെല്ല് ഇന്ന് 60 പൈസയ്ക്കും 50 പൈസയ്ക്കാണ് വിൽക്കുന്നത്. ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഒരു യൂണിറ്റ് ഈ വടകര പാർലമെൻറ്റിലോട് ആരംഭിച്ചാൽ പക്ഷേ ഈ ചിരട്ടയ്ക്ക് മാത്രം അവർക്ക് 5 രൂപയും 6 രൂപയും കിട്ടും ഇവിടുത്തെ നാളികേര കർഷകന്മാർക്ക്. അപ്പോൾ സമഗ്രമായിട്ടുള്ള പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇതാണ് വോട്ടർമാരുമായിട്ട് സംസാരിച്ചത്. ഞാൻ പ്രത്യേകിച്ച് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. കല്യാണ വീടുകൾ, ഉത്സവപ്പറമ്പുകൾ, 100 കണക്കിന് ഉത്സവത്തിന് പോയിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2 കാൻഡിഡേറ്റ് പോയതിനേക്കാൾ കൂടുതൽ മുക്കിലും മൂലയിലും ഞാൻ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് 2 കാൻഡിഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, 2 കാൻഡിഡേറ്റ്സും വലിയ പ്രഗത്ഭരായ കാൻഡിഡേറ്റ്സ് അവകാശപ്പെടുന്നവരാണ്. അപ്പോൾ ആ കാൻഡിഡേറ്റ്ഷിപ്പ് എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കാൻ പോകുന്നത്? നോക്കൂ, കാൻഡിഡേറ്റ്സിൻ്റെ വ്യക്തിപ്രഭാവത്തെക്കാൾ ഞാൻ ആരെയും വ്യക്തിപ്രഭാവത്തെ കുറച്ച് കാണുന്നൊന്നുമില്ല. വ്യക്തിപ്രഭാവം ഉള്ളവർ തന്നെയാണ്, അങ്ങനെ അവരൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്തു എന്നുള്ളതാണ് വടകരയിലെ വോട്ടർമാർ പ്രസക്തമായി ചോദിക്കുന്നത്. വടകരയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇത്രയും കാലം ഇങ്ങനെയൊക്കെയായി എൻ്റെ വടകര. ഇനി വടകരയ്ക്ക് മാറ്റം വേണം. അതെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നോക്കൂ, ഓരോ വീട്ടിൽ പോകുന്ന സമയത്ത് എന്നോട്, ഞങ്ങൾ CPMകാരാണ്, പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരാണ്, പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷേ വോട്ട് നരേന്ദ്രമോദിക്കാണ്, BJPക്കാണ്. ഒരമ്മ പറഞ്ഞറിയോ എന്നോട്, ഒരമ്മ പറഞ്ഞു, എൻ്റെ മകളേക്കാൾ എന്നോട് ഇഷ്ടം നരേന്ദ്രമോദിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് ഈ അമ്മ ഇങ്ങനെ പറയണേ? അപ്പം എന്താ അമ്മ കാര്യം എന്താ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എല്ലാ 4 മാസം കൂടുമ്പോഴും എൻ്റെ അക്കൗണ്ടിലേക്ക് 2000 രൂപ അയച്ചിരുന്നത് മോദിയാണെന്ന് പറഞ്ഞു. കാരണം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് അമ്മ പറയുന്നത്. കാരണം ഇത് തന്നെയാണ് വടകരയിലെ എല്ലാ ആളുകളുടെയും എക്സ്പീരിയൻസ്. ലക്ഷക്കണക്കിന് കിസാൻ സമ്മാൻ നിധിയൊക്കെ ഗുണഭോക്താക്കളുണ്ട് വടകരയിൽ. ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചർ നേരിട്ട് പരസ്പരം ഈ സൈബർ ആക്രമണമൊക്കെ വാക്തർക്കമായിരുന്നു. അതിനിടയിൽ ഇത്തരം വികസനങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റിയെന്നുള്ളതായിരിക്കും BJPയുടെ ഒരു പോസിറ്റീവ് സൈഡ്. ഉറപ്പായിട്ടും. കാരണം ഒന്ന്, അവർ രണ്ടുപേരും അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ ആക്രമണം, അശ്ലീല വീഡിയോ, മോർഫീത വീഡിയോ. കാരണം അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് നമ്മൾ എന്തായാലും കടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അശ്ലീലത്തിൻ്റെ സ്പേസിൽ നമ്മളില്ല. നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അവർ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിഹത്യ നടത്തുമ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെ മറ്റൊന്ന്, രഞ്ജിത്ത്, ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ മണ്ഡലം മാഹിക്ക് തൊട്ടടുത്താണ്.
ഈ ചൊക്ലിയിലെയും തലശ്ശേരിയിലെയും വടകരയിലൊക്കെ ആൾക്കാർക്ക് മാഹിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വാളയാറിനപ്പുറം മഞ്ചേശ്വരത്തിനപ്പുറം എന്ന് പറയുമ്പോൾ അത്രമാത്രം വടകരക്കാർ റിലേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ മാഹിയിൽ ഈ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് തോള് കൈയിട്ട് മത്സരിക്കുന്നത് ഇവർ കഴിഞ്ഞ ദിവസമല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്, ഇവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് മാഹിയിൽ നിങ്ങൾക്ക് ഒരുമിച്ചാണ്, ഈ വടകരയിൽ എന്തിനാണ് നിങ്ങൾ വേറെ വേറെ മത്സരിക്കുന്നത്? ഇത് വടകരയിൽ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ഡെവലപ്മെൻറ്റ് തന്നെയാണ് വടകരയിൽ ഞങ്ങൾ ചർച്ചയാക്കിയത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ യൂത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം പ്രചാരണത്തിലേക്ക് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ വീഡിയോസ് സൈബർ ഇടങ്ങളിലൊക്കെ സജീവമായിരുന്നു. എങ്ങനെയാണ് ഈ യൂത്തിൻ്റെ സാന്നിധ്യം വോട്ടായി മാറുന്നത്? നോക്കൂ, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ CPM-കാരായിട്ടുള്ള CPM-കാരനായിട്ടുള്ള അല്ലെങ്കിൽ DYFI-ക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ പേഴ്സണൽ ഒന്ന് സംസാരിക്കും. നരേന്ദ്രമോദി ഇഷ്ടമാണ്. നരേന്ദ്രമോദിക്ക് മാത്രമേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കേരളത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് മോദിക്ക് കാണിക്കുള്ളൂ. മോദി ഗ്യാരണ്ടി ഉണ്ടെങ്കിലേ കേരളം മാറുള്ളൂ. ഇപ്പം നാഷണൽ ഹൈവേയുടെ ഒക്കെ ഡെവലപ്മെൻറ്റ് അവർ കാണുകയാണ് കൺമുന്നിൽ. 1 മണിക്കൂർ എടുത്തിരുന്ന സമയത്ത് 17 മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ മുഴപ്പിലങ്ങാട് നിന്ന് അഴിയൂരെത്തുന്നത്. ഈ ഗ്യാരണ്ടിയിൽ കേരളത്തിലെ യുവത്വത്തിന് പ്രതീക്ഷയുണ്ട്, വടകരയിലെ ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട്. ചെറുപ്പക്കാർ മുഴുവൻ അത്തരത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എവിടെ പോയാലും അപ്പോഴും ഇത്തരം യുവാക്കൾ ജയന്റ് കില്ലേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം വടകരയിലൊരു ജയന്റ് കില്ലറായിട്ട് മാറട്ടെ ശിവ. താങ്ക് യു രഞ്ജിത്ത്.